ആയുർവേദിക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നിള നദിയെ ആസ്പദമാക്കി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വ്യക്തികളുമായുള്ള നിളയുടെ അറിവുകൾ പങ്കുവയ്ക്കുന്ന പങ്ക്തിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനും സർവോപരി നിള നദിയിൽ കളിച്ചു വളർന്നിരിക്കുന്ന വ്യക്തിയുമായ സി രാജഗോപാലൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ അറിവുകൾ, വീക്ഷണങ്ങൾ എങ്ങനെയാണ് നിള നദിയെക്കുറിച്ചുള്ള കൂടുതൽ മറഞ്ഞു പോകുമായിരുന്ന അറിവുകൾ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. എൻ്റെ ബാല്യം, കൗമാരം, യൗവനം ഒക്കെ തന്നെ പുഴയുമായി ബന്ധപ്പെട്ട ഓർമ്മകളിലൂടെയാണ് എനിക്ക് കാണാനാവുള്ളൂ. കാരണം ഞാൻ ജനിച്ചു വളർന്നത് ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴിയായിട്ടുള്ള തൂതപ്പുഴയുടെ തീരത്താണ്, എടപ്പലം ഗ്രാമത്തിൽ. ഈ ഗ്രാമം ശരിക്കും ഒരു കാർഷിക ഗ്രാമമാണ്. അവിടുത്തെ കൃഷിയും അവിടുത്തെ ഉത്സവങ്ങളും അവിടുത്തെ നിത്യജീവിതവും പുഴയുമായി അത്രമേൽ ബന്ധപ്പെട്ടിട്ടാണ്. പുഴയില്ലാതെ നമുക്ക് അങ്ങനെ ഒരു ജീവിതത്തെ സങ്കല്പിക്കാനേ പറ്റില്ല. അപ്പോൾ പുഴയുടെ തീരങ്ങളിലുള്ള വയലുകളിൽ കൃഷി ചെയ്തിട്ടും കന്നുകാലികളെ വളർത്തിയിട്ടും അവയെ പുഴയിൽ കുളിപ്പിച്ചിട്ടും നമ്മളും രാവിലെയും വൈകുന്നേരവും ഒക്കെ മഴക്കാലത്ത് പുഴ കൂലം കുത്തി ഒഴുകുന്ന കാലത്ത് ഒഴികെയുള്ള സമയത്തൊക്കെ പുഴയിലാണ് നിത്യവും കളിയും കുളിയും. അങ്ങനെയുള്ള എല്ലാ അനുഭൂതികളും ഓർമ്മകളും പുഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക്. ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ, ഇപ്പോൾ കളരി ഭഗവതി ക്ഷേത്രമുണ്ട് തൂതപ്പുഴയുടെ തീരത്ത്, എടപ്പലം അതിലെ തട്ടകങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് പുറപ്പാട് ആഘോഷങ്ങൾ ആരംഭിച്ചാൽ പുഴയിലാണ് നിത്യവും ആറാട്ട്, പുഴയിൽ ദേവിയുടെ ആറാട്ട് പുഴയിലാണ്. പിന്നെ പുറപ്പാട്, ആറാട്ട് എന്ന് പറയുന്ന രണ്ട് പ്രധാന ഉത്സവ ദിവസങ്ങളിലും പുഴയിലെ ആറാട്ടാണ് പ്രധാനപ്പെട്ട ഒരു ഇനം. അപ്പോൾ ഉത്സവമായാലും ശരി, നിത്യജീവിതമായാലും ശരി, കൃഷിയാണെങ്കിലും ശരി, കന്നുകാലികളെ മേയ്ക്കലാണെങ്കിലും ശരി, ഇതൊക്കെ ഈ പുഴയുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണെന്ന് നമുക്ക് ഈ പുഴയിൽ നിന്ന് വേറിട്ടിട്ടുള്ള ഒരു ജീവിതത്തെ കാണാൻ പറ്റില്ല. പിന്നെ 18 വയസ്സായപ്പോഴാണ് എടപ്പലം ഗ്രാമത്തിൽ നിന്ന് പള്ളിപ്പുറത്തേക്ക് വന്നത്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു വസന്തം തന്നെയാണ് പുഴ എന്ന് പറഞ്ഞാൽ. ഒരു 30 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഭാരതപ്പുഴ എന്താണെന്ന് ഇന്ന് അറിയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവർ പുഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പുഴ പശ്ചാത്തലമാക്കിയ സിനിമകൾ കണ്ടാൽ നായകൻ്റെ നായികയുടെയൊക്കെ ചെവിയുടെ കൂടെയൊക്കെ ഭാരതപ്പുഴയുടെ പശ്ചാത്തലം കാണാം. അതായിരുന്നു യഥാർത്ഥ പുഴ. തമ്പ് മുതലുള്ള സിനിമകൾ ചിത്രീകരിച്ചതൊക്കെ തന്നെ പുഴയെ പശ്ചാത്തലാക്കിയിട്ടായിരുന്നു. ഒരു 10-100ഓളം സിനിമകളുണ്ട്. ആ സിനിമകളിൽ ഭാരതപ്പുഴയുടെ അഭൗമമായ സൗന്ദര്യത്തിൻ്റെ ചിത്രങ്ങൾ മറഞ്ഞു പോയി കഴിഞ്ഞത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അങ്ങനൊരു പുഴ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എൻ്റെ എല്ലാ ഓർമ്മകളും പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭൂതികളും സൗന്ദര്യങ്ങളും ആ കാലത്തെ ജീവിതത്തിൻ്റെ വലിയ തുറസ്സുകളുമായിരുന്നു. നമ്മളിപ്പോൾ ഭൗതികമായിട്ട് നമുക്ക് അന്ന് അത്ര സാമ്പത്തികമായിട്ടൊന്നുള്ള ഒരു മെച്ചപ്പെട്ട ജീവിതമല്ല അന്നത്തേക്ക്. ഗ്രാമീണ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കാണ്, വളരെ ലളിതമാണ്. അന്ന് ഇന്നത്തെ പോലെ കളിക്കാനോ സാമഗ്രികളോ യന്ത്രങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലം. ടാറിട്ട ഒരു റോഡ് മാത്രമേ എൻ്റെ ഗ്രാമത്തിലുണ്ടായിരുന്നുള്ളൂ. ആകെയുള്ള 300-400 വീടുകളിൽ ഇലക്ട്രിസിറ്റി ഉള്ളത് 10-ൽ താഴെ വീടുകളിലായിരുന്നു. യന്ത്രത്തിൻ്റെ ശബ്ദങ്ങളൊന്നും കേൾക്കാത്ത ഒരു കുട്ടിക്കാല ജീവിതം. അപ്പം അതിൻ്റെ നടുവിലൂടെ സ്വച്ഛമായി ഒഴുകിയത് പുഴയാണ്. നമ്മുടെ ജീവിതത്തെ എങ്ങനെയായിരുന്നു ഈ നദി സ്വാധീനിച്ചിരുന്നത്? എന്ന് വെച്ചാൽ നദിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറേ ജീവിതങ്ങളുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഈ നമ്മൾ പിന്നിട്ട ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ ഒരു 50 വർഷം മുമ്പ് വരെ പുഴയെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ആശ്രയിക്കാത്ത ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല ആർക്കും. മുഖ്യം കൃഷി തന്നെയാണ്. കൃഷിയും പുഴയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കണമെന്ന് നമുക്ക് പറയേണ്ട ആവശ്യം ഇല്ല. കന്നുകാലി വളർത്തൽ, പിന്നെ കുഞ്ഞു കുഞ്ഞു തൊഴിലുകളായിട്ട് ഇത് ബന്ധപ്പെട്ടതാണ്. കാരണം വേനൽക്കാലമായി കഴിഞ്ഞാൽ ഓലമടൽ പുഴയിൽ കൊണ്ടുപോയി കുതിർത്ത് അത് മെടയുന്ന ആളുകളെ പുഴത്തീരത്ത് ഈ പുഴ മണൽത്തിട്ടിൽ കാണാൻ പറ്റുമായിരുന്നു. മത്സ്യം പിടിക്കൽ. അപ്പം ആ വിധത്തിൽ
ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വന്തം ജീവിതായോധനത്തിന് വേണ്ടി പുഴയെ ആശ്രയിക്കാത്തവരായിട്ട് അന്ന് ആളുകൾ അധികം ഉണ്ടായിരുന്നില്ല. അതാണ് അക്കാലത്തെ ഒരു പ്രത്യേകത. നിളാതീരത്തുണ്ടായിരുന്ന കൃഷികളെ കുറിച്ചുള്ള മുഖ്യ നെൽകൃഷി തന്നെയാണ്. തെങ്ങ് പോലും നെൽകൃഷിക്ക് ശേഷമാണ് ഇത്രയും പ്രചാരത്തിലാവുന്നത്. നാണ്യവിളയ്ക്ക് ഒട്ടും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല, തെങ്ങ് ഉൾപ്പെടെ. കേരളം എന്നൊക്കെ പേരുണ്ടെങ്കിൽ തന്നെയും നെല്ല് കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം ഇവിടെ ഉണ്ടായിരുന്നത്. ഈ പുള്ളുവന്മാരുടെ പാട്ടിൽ ഒന്ന് നെല്ലും തെങ്ങും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്, പ്രാചീനമായിട്ടുള്ള പുള്ളുവൻ പാട്ടിൽ. അപ്പോൾ അത് നെല്ല് തൻ്റെ മേന്മ പറയുന്നു, അപ്പോൾ തെങ്ങ് തൻ്റെ മേന്മ എടുത്ത് പറയണു. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നെല്ല് ജയിക്കുകയും തെങ്ങ് തോൽക്കുകയും ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് അതിനകത്ത്. അതായത് അത്രമേൽ നെൽകൃഷിക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നീളാതട താഴ്വരകളൊക്കെ തന്നെ. എല്ലാ നദീതടങ്ങളും അങ്ങനെ തന്നെ. കേരളത്തിന്റെ ഭൂപ്രകൃതി തീരപ്രദേശങ്ങളിൽ തെങ്ങ് കൃഷിക്ക് കൂടുതൽ യോജിച്ചതാണെങ്കിലും ഇടനാടും ഒരളവ് വരെ മലനാടും നെൽകൃഷിക്ക് ഏറ്റവും പറ്റിയതാണ്. ഇവിടുത്തെ മഴയും ഭൂപ്രകൃതിയും മണ്ണും ഒക്കെ അതിന് ഏറ്റവും യോജിച്ചതാണ്. തീരപ്രദേശങ്ങളിലാണ് പണ്ട് തെങ്ങുകൾ ധാരാളമായിട്ട് നമ്മൾ കണ്ടിരുന്നത്. പിന്നെ അത് ഇടനാട്ടിലേക്കൊക്കെ ഇപ്പോൾ വന്നു എന്നേ ഉള്ളൂ. പിന്നെ പലതരം ധാരാളം നൂറുകണക്കിന് പച്ചക്കറികൾ. അതായത് കേരളം ഒരു ഹരിത ജീവിതത്തിന്റെ പറുദീസ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അത്രത്തോളം ജൈവ വൈവിധ്യ സമൃദ്ധിയുള്ള, ആരോഗ്യത്തിന് ഉതകുന്ന പോഷക സമൃദ്ധിയുള്ള ഒരു കൃഷി രീതി നമുക്ക് ഉണ്ടായിരുന്നു. നൂറുകണക്കിന് പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നു, ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ നന്നായിട്ട് വിളയുന്ന മണ്ണുമാണിത്. ഈ പുഴത്തീര മണ്ണ് തന്നെയാണിത്. അതായത് 40-40ഓളം നദികളും അവയെ തമ്മിൽ നാരുവേരുകളെ പോലെ ബന്ധിപ്പിക്കുന്ന തോടുകളും അവയുടെ തീരങ്ങളും തന്നെയാണ് മൊത്തം കേരള ഭൂമിയും, പശ്ചിമഘട്ട താഴ്വരയിലെ മൊത്തം ഭൂമിയും. അതുകൊണ്ട് തന്നെ ഈ ജലസ്രോതസ്സുകളുമായിട്ടും ഈ പ്രവാഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ജൈവ വൈവിധ്യവും നിലനിൽക്കുന്നത്, കൃഷിയും നിലനിൽക്കുന്നത്, നാനാതരം കൃഷികളൊക്കെ നിലനിൽക്കുന്നത്. ആ ഒരു സംസ്കാരം, കാർഷിക സംസ്കാരം, പരിസ്ഥിതി സംരക്ഷണം, ഇതിന് രണ്ടും കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? അപ്പൊ അങ്ങിപ്പം റിട്ടയർമെന്റിന് ശേഷം പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത് പറയുന്നത്. അതെ, അപ്പൊ അങ്ങയുടെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഇത് വികസനം എന്നൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്ന വാക്കാണ് ഇന്ന് വികസനം. സത്യത്തിൽ ചില സമയത്ത് ഭയം തോന്നും നമുക്ക്, എത്രത്തോളം വികസിക്കാം. ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്നൊക്കെയുള്ള വലിയ സങ്കല്പങ്ങൾ വന്നത് ഒരു 10-60 കൊല്ലം മുമ്പാണ്. 1960കളിലാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ നിലയ്ക്ക് നമ്മൾ പുരോഗമിക്കുകയാണെങ്കിൽ, വികസിക്കുകയാണെങ്കിൽ, പ്രകൃതിയെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, അമിതമായിട്ട് ചൂഷണം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഭാവി എന്നറിയാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര തലത്തിൽ വിദഗ്ധരായ 30 പേരുടെ ഒരു ഗ്രൂപ്പിന് രൂപം കൊടുത്തു. അതാണ് ക്ലബ് ഓഫ് റോം. ഈ ക്ലബ് ഓഫ് റോം 10 വർഷം വേൾഡ് വൈഡ് ആയിട്ട് പഠനങ്ങൾ നടത്തി. എന്നിട്ട് അവരൊരു റിപ്പോർട്ട് സമർപ്പിച്ചു ഐക്യരാഷ്ട്രസഭയ്ക്ക്. അതിന്റെ പേരാണ് ലിമിറ്റ്സ് ടു ഗ്രോത്ത്. അതിൽ പറയുന്നുണ്ട്, ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ അരനൂറ്റാണ്ടിലേക്ക് അപ്പുറം ജീവിതം ദുസ്സഹമാവും, ദൂസരമാവും. അന്ന് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചൊന്നും സങ്കല്പിക്കാൻ ആയിട്ടില്ല. പിന്നീട് എത്രമേൽ ചടുലമായിട്ടാണ് പ്രകൃതിക്ക് മാറ്റങ്ങൾ സംഭവിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ചൂഷണം മൂലം പ്രകൃതി നശിച്ചത് എന്ന് ഈ ആഗോള താപനം പോലെയുള്ള കാലാവസ്ഥയിൽ വന്ന അട്ടിമറികളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്നുള്ള സങ്കല്പത്തിന് ശേഷവും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക്, നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. കാരണം ഇലക്ഷനിൽ ജയിക്കുക, ഏതെങ്കിലും തരത്തിൽ ജയിക്കുക, അതിന് ആളുകളെ പ്രലോഭിപ്പിക്കുക, സ്വന്തം വീട്ടുമുറ്റത്തേക്ക് ലോകം വരും എന്നാണ് ആളുകളുടെ വികസന സങ്കല്പം. നമുക്ക് വഴി നടന്നുകൂടാ, അല്ലെങ്കിൽ പിന്നെ മണ്ണ്, വെള്ളം, ഇതൊക്കെ പിന്നെ വളരെ കൃത്രിമമായ രീതിയിൽ മാറ്റിമറിച്ചാലേ വികസനം ആവുള്ളൂ. ഇപ്പൊ കുളത്തിൽ കുളിച്ചാൽ മോശം, പുഴയിൽ കുളിച്ചാൽ മോശം, കുളിമുറിയാണ് ഐഡിയലായ സംഗതി. അപ്പൊ അങ്ങനെ നമ്മുടെ സങ്കല്പം മാറുകയാണ്. ഈ ജീവിതത്തിന്റെ ആത്യന്തികമായ ജീവിതത്തിന്റെ സുഖം എന്ത് എന്ന് അന്വേഷിക്കാനുള്ള ധൈര്യം നമുക്ക് എവിടെ നഷ്ടപ്പെട്ടിരിക്കും. അങ്ങനെ ചിന്തിക്കാനുള്ള ധൈര്യം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ദബിൾദേവ്, ഒരു ഉദാഹരണം പറയാം. ദബിൾദേവ് എന്ന് പറയുന്ന ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ 1400ഓളം നാട്ടുനെല്ല് വിത്തുകൾ ആദിവാസി ഗ്രാമത്തിൽ താമസിച്ച് 1400ഓളം നാട്ടുനെല്ല് വിത്തുകൾ അദ്ദേഹം ഓരോ സ്ക്വയർ മീറ്റർ വെച്ചിട്ട് ഓരോന്നിൽ കൃഷി ചെയ്തിട്ട് സംരക്ഷിച്ചിരുന്നു. അദ്ദേഹം വർഷങ്ങളോളം അത് തുടർന്നു. ഇപ്പോൾ
ആ ജോലി കുറച്ച് പരിസ്ഥിതി പ്രവർത്തകർ ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ളവരെ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷൊർണൂർ ഇല്യാസൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. ആദിവാസികൾ താമസിക്കുന്ന ഗ്രാമത്തിൽ ഈ വിശ്രുതനായ ശാസ്ത്രജ്ഞൻ അവരിൽ ഒരാളായിട്ട് അവരെ പോലെ ഒരു കൂടലിൽ താമസിച്ച് തൊട്ടടുത്ത അരുവിയിൽ കുളിച്ച് മണ്ണടുപ്പിൽ ലളിതമായി പാചകം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഡബിൾ ദേവ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും റെഫറൻസ് ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അതൊരു കാഴ്ചപ്പാടാണ് ജീവിതത്തിന്റെ. എങ്ങനെയാണ് പക്ഷേ ഈ കാഴ്ചപ്പാട് ഒരു പൊതുസമൂഹം പങ്കുവെക്കാൻ ഇന്ന് തയ്യാറല്ല. കാരണം നമ്മുടെ ബുദ്ധിയെ പോലും ഇന്ന് നിയന്ത്രിക്കുന്നത് പരസ്യങ്ങളും കമ്പനികളുമാണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. ഇന്നലെ വരെ നമുക്ക് അറിയാത്ത, നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു സൗകര്യം ഇന്ന് അനിവാര്യമായി തീർന്നിട്ടുണ്ട് ജീവിതത്തിൽ. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം അതെങ്ങനെ നമുക്ക് പ്രകൃതിനെ സന്തുലിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റും? ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഇപ്പം കേരളത്തിനെ ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കുന്നതാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഈ ശ്രീധരൻ ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്ന ഒരു ഇതുണ്ട്. 200 മിനിറ്റ് കൊണ്ട് അവിടെ വരെ എത്താം. അപ്പം നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രകൃതി സംരക്ഷണവും വികസനവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു യമണ്ടൻ ആശയം എന്നും പറഞ്ഞ് നമ്മൾ പിന്നോട്ടാവുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പോലും നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടിപ്പോകും. പക്ഷേ മറ്റൊന്നുണ്ട്, എനിക്ക് 60 വയസ്സായി. 50 കൊല്ലത്തെ ഓർമ്മകൾ കൃത്യമായിട്ടുണ്ട്. ഒരു 20 വയസ്സ് മുതലാണ് ഞാൻ പരിസ്ഥിതി ആശയങ്ങളിലേക്ക് എനിക്ക് താല്പര്യം വന്നത്. കാരണം ഒന്നുമില്ല, പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു സ്വച്ഛത. അപ്പോൾ എത്ര വർത്തമാനം നമ്മൾ പറഞ്ഞാലും ശരി, നട്ട വെയിലത്ത് നടക്കുമ്പോൾ നമുക്കതൊന്നും കുളിരല്ല. പക്ഷെ എവിടെയെങ്കിലും ഒരു മരത്തണലുണ്ടെങ്കിൽ ആ മരം തരുന്നൊരു കുളിരുണ്ട്. അതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ് ജീവിതത്തിൻ്റെ. അത് കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ്. നടന്ന് 2.5 കിലോമീറ്റർ സ്കൂളിലേക്ക് പോകുമ്പോൾ, മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടുകാലത്താണല്ലോ, അപ്പോൾ ഉച്ചനേരത്തൊക്കെ പരീക്ഷ കഴിഞ്ഞൊക്കെ വരുമ്പോൾ അടിമുടി പൊള്ളി ചുട്ട് തളർന്നു വരുമ്പോൾ എവിടെയെങ്കിലും വഴിയോരത്തൊരു തളിർത്ത ഉങ്ങുമരം കണ്ടാൽ, ഒരു മാവ് കണ്ടാൽ, ആ തണല് ഹൃദയത്തോട് നേരിട്ട് പറഞ്ഞിരുന്നു എന്താണ് പ്രകൃതി, എന്താണ് ജീവിതം, എന്താണ് അതിൻ്റെ സൗഖ്യം, സത്യം എന്നുള്ളത്. ആ ഒരു ആശയത്തിലാണ് ഞാനൊക്കെ ഈ പ്രകൃതിയെ ജീവിതത്തിൽ നോക്കിക്കാണുന്നത്. എന്ന് വെച്ചിട്ട് നമുക്ക് കാറ് വേണ്ട എന്നോ ആധുനിക സൗകര്യങ്ങൾ വേണ്ടെന്നോ ഗ്യാസ് വേണ്ടെന്നോ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു പരിധിയുണ്ട്. ആര് നിശ്ചയിക്കണം പരിധി? നമ്മുടെ സാൻമാർഗിക ചിന്ത, നമ്മുടെ അറിവ്, നമ്മുടെ ബോധം വെച്ചുകൊണ്ട് സ്വയം മനുഷ്യൻ നിയന്ത്രിച്ച് ആ ഐഡിയലായ ഒരു ജീവിതാവസ്ഥയിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഭരണകൂടങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ആ ഭരണകൂടമാണ് ഈ നൈതികത, ഈ പാരിസ്ഥിതിക നൈതികത സൂക്ഷിക്കേണ്ടത്. ഞാൻ വെച്ചാൽ അങ്ങയുടെ ആ പോയിന്റ് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഭരണകക്ഷിയുടെ താല്പര്യം എന്ന് പറയുന്നത് അത് ഈ പ്രകൃതി സംരക്ഷണത്തിൽ എത്രത്തോളം ബാധിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തും? അധികാരം നിലനിർത്തുക എന്നുള്ളത് ഏതൊരു ഭരണകൂടത്തിൻ്റെയും താല്പര്യമാണ്. അതിന് ജനങ്ങളെ സ്വാധീനിക്കേണ്ടതുണ്ട്. അവരെ പലതരത്തിലും അപ്പീസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, പ്രലോഭിപ്പിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അതിനൊരു അതിര് വേണ്ടെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഈ പ്രതിപക്ഷം എന്നൊക്കെ പറയുന്ന, ഞാൻ പറയണത് ഇപ്പോഴത്തെ ഭരണപക്ഷ പ്രതിപക്ഷമൊന്നുമല്ല, അതാത് കാലങ്ങളിൽ ആരാണോ ഭരണത്തിൽ ആരാണോ പ്രതിപക്ഷത്ത്, ഈ രണ്ടു കൂട്ടർക്കും ഒരുപോലെയുള്ള ഉത്തരവാദിത്ത കുറവ് ഇക്കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ ഇനിയും ഒരു വിമാനത്താവളം വേണമെന്ന് ചോദിച്ചാൽ വിമാനത്താവളം ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പമാണ് ജനങ്ങൾ ഭൂരിപക്ഷം. പക്ഷെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം, ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് വളരെ ശാസ്ത്രീയമായ ഒരു പശ്ചാത്തലത്തിൽ കൂടി പരിശോധിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അത് ഇനി കൂടുതൽ വേഗത്തിലുള്ള ട്രെയിനുകളുടെ കാര്യത്തിലാണെങ്കിലും വിമാനത്താവളങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, നമ്മുടെ ഒരു ഈ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് നമ്മൾ പറയില്ലേ, ആ കപ്പാസിറ്റി നോക്കിയിട്ടല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. കാരണം നമ്മുടെ മുന്നിൽ ചിത്രങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ഇങ്ങനെ മാറി വേറൊരു വഴിക്ക് പോവുകയാണ്. പ്രധാനമായിട്ട് പുഴ തന്നെയാണ് വിഷയം. അതെ, ആ വിഷയത്തിൽ വരുമ്പോൾ 2 പേരുകളായിട്ടാണ് കേൾക്കുന്നത്. ഒന്ന് ഭാരതപ്പുഴ, അതെ, 2 നിള. ശരിക്ക് ഇതിന്റെ രണ്ടിന്റെയും പേര് എങ്ങനെ വ്യത്യാസപ്പെടുന്നു അല്ലെങ്കിൽ സാമ്യപ്പെടുന്നു? പര്യായം എന്ത്?
പര്യായ പദാന്ന് അങ്ങ് പറഞ്ഞു. അതെ 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 അതെ. അതൊന്ന് ഭാരതപ്പുഴ എന്ന് വളരെ സാധാരണ മറ്റേ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദമാണ് അത്, ജിയോഗ്രഫിയിലും മറ്റൊക്കെ. പക്ഷെ കുറച്ചുകൂടി സാഹിത്യ സ്വഭാവത്തിൽ നമ്മൾ നിള എന്ന് വിളിക്കും. കുറച്ചുകൂടി ഒരു ലാളനയോട് കൂടിയിട്ട്, കുറച്ചുകൂടി ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് നിള എന്ന് വിളിക്കും. ഈ നിള എന്നുള്ളതിനെ നീള, നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നദികളിലൊന്നാണ് ഭാരതപ്പുഴ. പെരിയാറ് കഴിഞ്ഞാൽ പിന്നെ ഭാരതപ്പുഴയാണ്. അപ്പോൾ അങ്ങനെ നീള എന്ന് വന്നു പറയുന്നുണ്ട്. അതിന് മറ്റൊരു ഭാഷയുള്ളത് നീലാകൃതവതി എന്നൊരു പര്യായം ഈ പുഴയ്ക്ക് ഉള്ളതായ പുരാണത്തിലുള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് ലോപിച്ചാണ് നിളയായത്, അങ്ങനെയും കേൾക്കാനുണ്ട്. ഇത്തരത്തിൽ ഭാരതപ്പുഴ എന്ന പേര് എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യം, അതിനൊരു ജിയോഗ്രാഫിക്കൽ ആൻസർ നമുക്ക് കിട്ടാനില്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു ജിയോഗ്രാഫിക്കൽ റീസണിങ് ഭാരതപ്പുഴയ്ക്കില്ല. കാരണം ഇന്ത്യയിൽ ആയിരക്കണക്കിന് നദികളുണ്ട്. ആ കൂട്ടത്തിൽ താരതമ്യേന ഏറ്റവും ചെറിയ നദികളിലൊന്നാണ് ഭാരതപ്പുഴ. പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന ഒരു പേരായിരിക്കും. അതെ അതെ. അപ്പൊ എങ്ങനെ രാജ്യത്തിന്റെ പേര്, ഭാരതം എന്ന പേര് ഈ പുഴയ്ക്ക് വന്നു എന്ന് ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് തിരുനാവായയില് മാഘമക ഉത്സവം നടന്ന വേളയിൽ പഴയകാല ചരിത്രങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ശ്രദ്ധേയമായി തോന്നിയതൊന്ന്, രാജാക്കന്മാർ തമ്മിലുള്ള അധികാര മത്സരത്തിന് അപ്പുറത്തേക്ക് ഒരു ദീർഘകാല ചരിത്രം മാമാങ്കത്തിനുണ്ട്, മാഘമകത്തിനുണ്ട് എന്ന് വ്യക്തമായി. 250 വർഷം മുമ്പ് വരെ തിരുനാവായയുടെ മണൽത്തിട്ടിൽ വലിയ വൈജ്ഞാനിക സമാഗമങ്ങൾ ഉണ്ടായിരുന്നു എന്നും വാണിജ്യ സമാഗമങ്ങൾ ഉണ്ടായിരുന്നു എന്നും ആധ്യാത്മിക സമാഗമങ്ങൾ ഉണ്ടായിരുന്നു എന്നും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഗണിതത്തിലാണെങ്കിലും ജ്യോതിഷത്തിലാണെങ്കിലും ജ്യോതിശാസ്ത്രത്തിലാണെങ്കിലും വൈദ്യത്തിലാണെങ്കിലും അങ്ങനെ നാനാ ജീവിത മേഖലകളിൽ അതിനിപുണന്മാരായിരിക്കുന്ന ആളുകൾ ഭാരതപ്പുഴയുടെ ഇരു കരകളിൽ ജീവിച്ചിരുന്നു. പ്രത്യേകിച്ചും തിരുനാവായയുടെ കേന്ദ്രീകരിച്ച് അഷ്ടവൈദ്യന്മാര് തുടങ്ങിയിട്ടുള്ള ആളുകൾ, ആലത്തിയൂർ നമ്പികള്, തിരുനാവായ മൂസ്, അങ്ങനെയുള്ള വൈദ്യന്മാര്, വൈദ്യശ്രേഷ്ഠന്മാര്, തൃക്കണ്ടിയൂർ സോമയാജിപ്പാടിനെ പോലെയുള്ള ഗണിത മേഖലയിൽ ഇന്നും ലോകവിസ്മയമായിട്ടുള്ള സംഭാവനകൾ കൊടുത്ത ആളുകൾ, പെരുന്തച്ഛനെ പോലെയുള്ള സ്ഥപതികള്, അങ്ങനെ ഓരോരോ ജീവിത മേഖലകളിൽ അത് നമുക്ക് എല്ലാത്തിലും കാണാൻ പറ്റും കേട്ടോ. എന്നെ പ്രത്യേകിച്ച് അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു സംഗതി, ഭാരതപ്പുഴയുടെ കരകളിൽ നിലനിൽക്കുന്ന ക്ലാസിക്കലും അനുഷ്ഠാനപരവും ഒക്കെ ആയിട്ടുള്ള നാടനൊക്കെ ആയിട്ടുള്ള കലകളുടെ സൗന്ദര്യമാണ്. ഇപ്പോൾ മണ്ഡലകാലം പറഞ്ഞാൽ ഇവിടെ അയ്യപ്പൻ വിളക്കുകൾ നടക്കാറുണ്ട്. ഭാരതപ്പുഴയുടെ ഇരു കരകളിലും ക്ഷേത്രമുറ്റങ്ങളിലും തുറസുകളിലും വയൽ പരപ്പുകളിലൊക്കെ അയ്യപ്പൻ വിളക്കുകൾ നടക്കാറുണ്ട്. വാഴമ്പോളയും കുരുത്തോലയും കൊണ്ട് എത്ര കമനീയായിട്ടാണ് ആനക്കൊമ്പിന്റെ നിറത്തിൽ സൗന്ദര്യത്തിൽ അവർ അമ്പലവും പള്ളിയൊക്കെ നിർമ്മിക്കുന്നതെന്ന് നമ്മൾ കാണാറുണ്ട്. ഇത്ര മനോഹരമായിട്ട് അത്തരം വാഴപ്പോളയുടെ നിർമ്മിതികൾ മലബാറിന്റെ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ തിരുവിതാംകൂറിലൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ കളമെഴുത്ത് പാട്ട്, ഭഗവതി കളമെഴുത്ത് പാട്ട്, അയ്യപ്പന്റെ കളം, അങ്ങനെ നാരാധനം കളമെഴുത്ത് പാട്ടുകളുണ്ട്. വിശേഷിച്ചു പറയേണ്ടത് പുള്ളുവൻ പാട്ടിന്റെ സംഗതിയാണ്. പുള്ളുവ കളമെഴുത്തും പാട്ടും അത്രമേൽ മെസ്മറൈസിങ് ആയ ഒരു അനുഭവമാണ് ഒരു പുള്ളുവ കളം കാണുക എന്നുള്ളത്. അത് 400 വർഷത്തെ വലിയ ഹെറിറ്റേജ് ആ ഒരു അനുഷ്ഠാന കലയുടെ പിന്നിലുണ്ട്. ഈ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ അല്ലാതെ ഒരു ഭയപ്പെടുത്തുന്ന തരത്തിൽ ജലസംരക്ഷണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഈ തീർത്ഥം എന്ന് പറയുന്നതും ആചാരങ്ങളും ഉണ്ടായിരുന്നത്. ഒരു തർക്കമില്ല, ഒരു സംശയമില്ല. ക്ഷേത്ര സന്ദർശനം നമ്മൾ നടത്തുകയാണെങ്കിലും നമ്മൾ പറയുക തീർത്ഥാടനം എന്നാണ്. തീർത്ഥം ആടുക വലിയൊരു മനോഹര സങ്കല്പമാണത്. തീർത്ഥം ആടുക, വെള്ളത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശാസ്ത്രം അതാണ് പറയണത്, ആയുർവേദത്തിൽ. അതെ അതെ അതെ. അപ്പോൾ ഏറ്റവും ആദിമമായ മനുഷ്യന്റെ ഏറ്റവും ആദിമമായ ഗർഭപാത്രമാണ് ജലം എന്ന് പറഞ്ഞാൽ. ജലം മോഹിപ്പിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു കുട്ടി വെള്ളം കണ്ടു കഴിഞ്ഞാൽ നീന്തൽ അറിയില്ലെങ്കിൽ അതിൽ ചാടാൻ മോഹിക്കുന്നത് ആ ജലത്തിന്റെ ഒരു വശ്യതയാണ്. ഈ വശ്യതയ്ക്ക് വലിയ കാരണമുണ്ട്. കാരണം അതാണ് നമ്മളെ നിലനിർത്തുന്നത് ജീവിതം. ആ ഒരു സങ്കല്പത്തിൽ തന്നെയാണ് നമ്മുടെ ആധ്യാത്മികത മുഴുവൻ വികസിച്ചു വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. ദക്ഷയാഗം ആട്ടക്കഥയില് അതിന്റെ ആദ്യ ഭാഗത്ത് ഒരു വരിയുണ്ട്. ദക്ഷന്റെ കാളിന്തി വർണ്ണനയുണ്ട്. കാളിന്തിയെ വർണ്ണിക്കുകയാണ് ദക്ഷൻ.
അതിൻ്റെ മണൽത്തിട്ടിൻ്റെ സൗന്ദര്യം, വെള്ളത്തിൽ നീന്തി നടക്കുന്ന അരയന്നങ്ങൾ, വിരിഞ്ഞു നിൽക്കുന്ന താമരകൾ ഒക്കെ ആയിട്ടുള്ള മനോഹരമായ വർണ്ണനയുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഞാനെന്ന് ഉടലിൽ അഹങ്കാരം വെടിഞ്ഞ മാമുനിമാര് ഈ നദിയിൽ മുങ്ങി ആനന്ദ തുന്തിലരായിട്ട് തീരങ്ങളിൽ ധ്യാനം പൂണ്ടിരുന്നു. ഇതൊരു സംസ്കാരത്തിന്റെ ചിഹ്നമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു നദി എന്താണ്, ആ നദിയെ ഒരു മാതൃസ്ഥാനത്ത് കണ്ടുകൊണ്ട് അതിനെ വേണ്ട വിധത്തിൽ ആദരിച്ചുകൊണ്ട് തന്നെ ആ ജലത്തെ ഉപയോഗിക്കുക എന്ന സങ്കല്പത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ ആത്മീയതയിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ഈ നിളാതീരത്ത് പ്രത്യേകിച്ചും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്നാൽ ഇപ്പോഴും അങ്ങനെ തന്നെ, ഞാൻ ചോദിച്ച ചോദ്യം തെറ്റിപ്പോയി. ബലിയിടാനുള്ളൊരു കേന്ദ്രം മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതെ. പിന്നെ ഈ അടുത്ത കാലത്താണ് നിളയുടെ പ്രാധാന്യം എന്തെന്ന് കുറച്ചുകൂടി ഒന്ന് മഹാമകം നടന്നതിന് ശേഷം വ്യക്തമാവുന്നത്. ഇത്രത്തോളം ചരിത്ര അറിവുകൾ ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് അങ്ങയെ പോലുള്ളവർ വളരെ മുമ്പേ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ശ്രമങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ശാസ്ത്രാവബോധം അതിൻ്റെ പ്രയോഗം രണ്ട് ദിശകളിലാണുള്ളത്. ഒന്ന് ടെക്നോളജി ആപ്ലിക്കേഷൻ, ശാസ്ത്രത്തെ സാങ്കേതികതയായിട്ട് ഉപയോഗിക്കുക. ശാസ്ത്രം വിവേകമായിട്ട് വളരേണ്ടതായിരുന്നു. വിവേകം എവിടെയോ കെട്ടുപോവുകയും വെറും സാങ്കേതികതയായിട്ട് നമ്മൾ ശാസ്ത്രത്തെ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ദുരന്ത ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഈ സ്പിരിച്വാലിറ്റിയിലുള്ളത്, സ്പിരിച്വാലിറ്റി പിന്നെ ശാസ്ത്രീയതയ്ക്ക് എതിരല്ല ഒരിക്കലും. കാരണം ജലത്തെ തീർത്ഥം എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശുദ്ധിയാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഭൗതികമായ ശുദ്ധി കൂടിയുണ്ട് അതിനകത്ത്. ജലം ദിവ്യമാവണമെങ്കിൽ, അത് തീർത്ഥമാവണമെങ്കിൽ, അതുകൊണ്ട് പുനരുജ്ജീവനം സാധിക്കണമെങ്കിൽ, ദേവന്മാർക്കടക്കം പുനരുജ്ജീവനം സാധിക്കണമെങ്കിൽ ആ ജലത്തിന്റെ ശുദ്ധി വളരെ പ്രധാനമാണ്. ആ ശുദ്ധിയെ നിലനിർത്താനായിരിക്കണം ഇത്തരം ആരാധനാക്രമങ്ങളൊക്കെ പണ്ടുകാലം മുതലേ വന്നിട്ടുള്ളത്. പക്ഷെ എവിടെയോ നമ്മൾ അത്തരം ഒരു വിവേകം നമുക്ക് നഷ്ടപ്പെടുകയും അന്ധമായി നമ്മൾ സാങ്കേതിക വിദ്യയെ പിന്തുടരുകയും അതനുസരിച്ച് നമ്മുടെ നാഗരികതയും യന്ത്രവൽക്കരണവും ഒക്കെ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ നദികൾ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നിശബ്ദമായിട്ട് പിന്മാറിപ്പോയി. നമ്മുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ നദികളെ തള്ളി മാറ്റി. അതുകൊണ്ടാണ് നദികളിലേക്ക് ഓടകൾ ഒഴുകുന്നത്. എല്ലാ വേസ്റ്റുകളും ആളുകൾ പുഴയിൽ കൊണ്ടിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. നിളാനദീ തീരത്ത് മഹാമകത്തിന് വേദിയായ സമയത്ത് ആദ്യം ഉയർന്നിരുന്ന പരാതി ഇതായിരുന്നു: നദി മലിനപ്പെടും. അതേക്കുറിച്ച് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? എനിക്ക് ഭയങ്കര വിചിത്രമായി തോന്നി ആ വാദം. കാരണം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 50 വർഷമായിട്ട് പുഴത്തീരത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരുനാവായ, തിരൂര്, അങ്ങനെ ഒക്കെ ചെറിയ ചെറിയ പട്ടണങ്ങളുടെ ഇടയിലൂടെയാണ് ഈ പുഴ ഒഴുകുന്നത്. ബാക്കിയൊക്കെ ഗ്രാമങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഈ പട്ടണങ്ങളൊക്കെ തന്നെ ഈ പുഴയെ എങ്ങനെ മലിനമാക്കും? ശരിക്കും ഒരു പുഴയുടെ ഒരു പരിഗണനയും അവിടെ ഇല്ല. ഇതൊരു നദിയാണ്, ആളുകൾ കുടിക്കുന്ന വെള്ളമാണ്, കുളിക്കുന്ന വെള്ളമാണ്, വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന ഒരു പ്രാഥമിക ബോധം പോലും ഇല്ലാത്ത മനുഷ്യരാണ് പൊതുവില്. മനുഷ്യരെന്നുമല്ല പറയേണ്ടത്, പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങൾ അവരിതൊക്കെ കാണുകയാണ്. പട്ടാമ്പി എൻ്റെ അടുത്ത പട്ടണമാണ്. പട്ടാമ്പിയിൽ പോയി നോക്കിയാൽ നമുക്കൊരു കാഴ്ച കാണാം. ഒരു ഡസനിലേറെ ഓടകൾ പട്ടാമ്പി പട്ടണത്തിൽ നേരെ പുഴയിൽ ഒഴുകിച്ചായിട്ടാണ് പുഴയിലേക്ക്. എത്ര കാലമായിട്ടും ഇതൊക്കെ പറഞ്ഞിരിക്കുക എന്നല്ലാതെ ഒരു തരത്തിലുള്ള നിവാരണവും ഒരു പ്രശ്ന പരിഹാരവും ഒന്നുമില്ല. ഓട നേരിട്ട് മനുഷ്യൻ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴുകിച്ചേരാണ്. അപ്പൊ അതൊന്നും കണ്ടില്ല എന്നടിക്കുന്ന, അതിനോടൊക്കെ സഹിഷ്ണുത പാലിക്കുന്ന മനുഷ്യര് എങ്ങനെയാണ് ഈ കുറെ ആളുകൾ നദിയോടുള്ള വിനയത്തോടു കൂടി സ്വന്തം പിതൃക്കളെ സ്മരിച്ച് സോപ്പിന്റെ ഒരു കഷ്ണം പോലും ഉപയോഗിക്കാതെ പുഴയിൽ ഒന്ന് മുങ്ങി നിവർന്നാൽ അത് നദി മലിനാവുന്നതിന് എങ്ങനെയാണ് നദിയെ മലിനാക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. 87 മറ്റോ ആണ് വെള്ളിയാങ്കല്ലിൽ തടയണ. 2007 വെള്ളിയാങ്കല്ലിൽ വലിയൊരു റെഗുലേറ്റർ വന്ന് വെള്ളത്തെ കെട്ടി നിർത്തി സംഭരിച്ച് തൃശ്ശൂർ ജില്ലയുടെ ഒരുപാട് പഞ്ചായത്ത് നഗരസഭകൾക്ക് വെള്ളം കൊടുക്കാനുള്ള വലിയ പദ്ധതി ആരംഭിച്ചത്. ആ പണി തീർന്ന് 2007 വേനൽക്കാലത്ത് ആദ്യമായിട്ട് വെള്ളം കെട്ടി നിർത്തപ്പെട്ട ആ കൊല്ലത്തിൽ ഈ വെള്ളിയാങ്കല്ല് കെട്ടിന്റെ ഒരു 4 കിലോമീറ്റർ മേൽക്കരയിൽ പോയിട്ട് ഞാൻ കുറച്ച് വെള്ളം, പുഴയിലത്തെ വെള്ളം കുറച്ച് കന്നാസിലെടുത്തിട്ട് വാട്ടർ അതോറിറ്റിയുടെ കൽമണ്ഡപത്തുള്ള പരിശോധനാശാലയിൽ കൊടുത്തു, വെള്ളത്തിന്റെ മാലിന്യം എത്രത്തോളം പരിശോധിക്കാനായിട്ട്. അന്ന് അതിൽ കണ്ടത് കുടിവെള്ളത്തിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത
ഈക്കോളി അടക്കമുള്ള കോളിഫം ബാക്ടീരിയ 100 മില്ലി വെള്ളത്തിൽ 1100+ അന്ന് തന്നെ കണ്ടിരുന്നു. അതേപോലെ തന്നെ വെള്ളത്തിന്റെ ടർബിഡിറ്റി, അങ്ങനെ മറ്റൊരുപാട് കുടിക്കുന്ന വെള്ളത്തിൽ, ശുദ്ധജലത്തിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത നിരവധി മാലിന്യങ്ങൾ അന്നേ പുഴവെള്ളത്തിൽ കണ്ടിട്ടുണ്ട്. ഈ ടെസ്റ്റ് റിസൾട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഭാരതപ്പുഴ സംരക്ഷണ സമിതി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അന്ന് ഈ പരിശോധന റിസൾട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, മറ്റ് പല അധികാര സ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്, MLA മാർക്കും മന്ത്രിമാർക്കും കൊടുത്തിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. പത്രങ്ങളിൽ ഇതിൻ്റെയൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ആരും വൈകാരികമായി രോഷം കൊള്ളുന്നത് കണ്ടിട്ടില്ല അധികം. പക്ഷെ മാഘമകത്തിന്റെ ഭാഗമായിട്ട് നദീവന്ദന മനസ്സോടുകൂടി മനുഷ്യര് പുഴയിൽ കൂട്ടം ചേർന്ന് മുങ്ങി ആ നദിക്കൊരു ദീപം കൊളുത്തി കാട്ടിയപ്പോൾ എന്ത് അപകടമാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വികസനത്തിന്റെ പിന്നിലും ഇതേപോലുള്ള കുറെ അജണ്ടകളല്ലേ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരു സംശയമില്ല. നമുക്ക് നീ വെറുതെ നടക്കണ്ട, ഇങ്ങനെ നടന്ന് വിഷമിക്കണ്ട, ഈ കടലാസിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി, നാളെ കാറിൽ പോവാം എന്ന് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒരു കാലമാണിത്. കടലാസിൽ ഒപ്പിട്ട് കൊടുത്താൽ പിന്നെ കയറ് വാങ്ങാൻ കൂടി കാശില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്, പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ, വികസനത്തെ തടയല്ലേ? അതെ, പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞ് വികസനത്തെ തടയുന്ന അജണ്ടയുള്ള ആളുകളും ഉണ്ടാവാം. എല്ലാ മേഖലയിലും ഉണ്ട്. ഒരു തീവണ്ടി അപകടം നടക്കുന്ന സ്ഥലത്തടക്കം ഒരു ചായപ്പീടിക വെച്ച് കെട്ടി നമ്മൾ കച്ചവടം തുടങ്ങും. അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കൊള്ളയടിക്കാൻ നിവൃത്തി ഉണ്ടോ എന്ന് നോക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അതുപോലെ ഏത് രംഗത്തും കള്ളനാണയങ്ങൾ ഉണ്ടാവാം. പരിസ്ഥിതിയിലും പൂർണ്ണമായിട്ട് എല്ലാവരും സത്യസന്ധരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പലരും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടും സ്വന്തം കാര്യങ്ങൾ നേടുന്നതിനും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവാം. പക്ഷെ പൊതുവിൽ എൻ്റെ ഒരു 10-40 കൊല്ലത്തെ അനുഭവത്തിൽ താരതമ്യേന അങ്ങനെ സ്വന്തമായിട്ടൊന്നും അത്തരം സ്വാർത്ഥങ്ങളൊന്നും ഇല്ലാത്ത നിഷ്കളങ്കരായ കുറച്ച് മനുഷ്യരാണ് ഈ രംഗത്ത് ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്. ഞങ്ങളെ മേഖലയിലേക്ക് ഒന്ന് കടന്നോട്ടെ. ആയുർവേദം, വിദ്യാഭ്യാസം, നിളാതീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയായിട്ടാണ് അങ്ങയുടെ ഒരു? ആയുർവേദത്തിന് ഒരു മഹിത പാരമ്പര്യം ഭാരതപ്പുഴയുടെ തീരത്തുണ്ട്. ഈ അഷ്ടവൈദ്യന്മാരുടെയൊക്കെ സങ്കല്പമുണ്ടല്ലോ. ഇപ്പം പുലാമന്തോൾമൂസ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ കേന്ദ്രം ഈ തൂതപ്പുഴയുടെ തീരത്താണ്. അതേമാതിരി തിരുനാവായ മൂസ്, അതേപോലെ തന്നെ ആലത്തിയൂർ നമ്പികൾ ഒക്കെ വളരെ ലെജൻഡറി ആയിട്ടുള്ള ആളുകളാണ്. ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലൊക്കെ ആലത്തിയൂർ നമ്പികളെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അദ്ദേഹം വലിയ വൈദ്യനായിരുന്നു എന്നാണ് പറയണത്. ഈ ദിവ്യമായ ഒരു തലത്തിൽ ചികിത്സയ്ക്ക് കഴിവുണ്ടായിരുന്ന ആളുകളാണ് അത്തരം ആളുകൾ എന്ന് പറയുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ടല്ലോ, അവിടെ അശ്വിനി ദേവന്മാര് ഇദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നുകൂടിയതും അദ്ദേഹത്തെ നദിയിൽ പിടിച്ച് മുക്കി ബുദ്ധിമുട്ടിച്ചതും പിന്നെ അതിന് കാരണമൊക്കെ പറയുന്നുണ്ട്. വളരെ രസകരമായ കഥകളാണ് അതൊക്കെ തന്നെ. അപ്പോൾ മാത്രമല്ല എത്രമാത്രം നാട്ടുവൈദ്യന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപൂർവമായ ഔഷധയോഗങ്ങളൊക്കെ അറിഞ്ഞിരുന്ന, അത്ഭുതകരമായ വിധത്തിൽ ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്ന, ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താത്ത ഒരുപാട് നാട്ടുവൈദ്യന്മാർ ഈ നിളയുടെ തീരങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് കരപ്പൻ ബാധിച്ചിരുന്നു എന്ന് പറയുന്നു. പ്രസവിച്ച സമയത്ത് ശരീരത്തിൽ തൊലി ഉണ്ടായിരുന്നില്ല. ഈ പാറ്റ വന്ന് നക്കും. അപ്പോൾ നക്കാതിരിക്കാൻ വേണ്ടി ഒരു മണ്ണെണ്ണ വിളക്കും കത്തിച്ചിട്ട് വാട്ടിയ വാഴൻ്റെ ഇലയിൽ കിടത്തിയിരുന്നു എന്ന് പറയുന്നു. കാരണം തുണിയിൽ കിടത്തിയാൽ ഒട്ടി പിന്നെ മുറിയാവില്ലേ. അതുകൊണ്ട് വാഴൻ്റെ ഇലയിൽ, വാട്ടിയ വാഴയിലയിൽ കിടത്തും. ഭക്ഷണമൊക്കെ കുറവാണ്. അപ്പം അമ്മയ്ക്ക് നല്ല വിശപ്പുമാണ്. ഒരു കുട്ടി അമ്മിഞ്ഞ് കുടിക്കാനുണ്ടാവുക, ഭക്ഷണം കഴിക്കാനല്ലേ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും വിശന്ന് തളർന്നാണെങ്കിലും കണ്ണ് ഇമ വെട്ടാതെ മണ്ണെണ്ണ വിളക്കും കത്തിച്ച് പാറ്റ വന്ന് നക്കാതെ ഈ കുഞ്ഞു ശരീരത്തെ സൂക്ഷിച്ചിരുന്നു അമ്മാന്ന് ഞാൻ അമ്മയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ഞാനിത് പറഞ്ഞിട്ടുമുണ്ട്. അമ്മ മഴക്കാർ എന്നുള്ള പുസ്തകത്തിൽ. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ആ സൂക്കട് ചികിത്സിച്ച് മാറ്റിയത് ഇരുമ്പിളിയത്തെ ഒരു വൈദ്യരാണ്. ഉസ്മാൻ വൈദ്യർ, അതായത് പേരിക്ക് നല്ല ഓർമ്മ വരണില്ല. അദ്ദേഹമാണ് ആ രോഗം ചികിത്സിച്ച് മാറ്റിയത്. അവർക്ക് വലിയ മഹിത പാരമ്പര്യമുള്ള ഒരുപാട് വൈദ്യ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ. ആ ജാതി മതഭേദമൊന്നുമില്ല. വിശേഷിച്ചും വൈദ്യന്മാരെ, കൂടുതൽ നാട്ടുവൈദ്യന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നത് അവർണര ആയിട്ട് നമ്മൾ കണ്ടിരുന്ന കുറച്ച് ആൾക്കാരെ ഒരു ജാതികളിലാണ്. പക്ഷെ അതൊക്കെ ഏകദേശം ഇല്ലാതായി ഇപ്പോൾ.
പ്രാഥമികമായിട്ടുള്ള അറിവുകൾ ഇപ്പം വിദ്യാഭ്യാസം എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അതെ. ഇപ്പം അങ്ങ് പറഞ്ഞിരിക്കുന്ന ഒരറിവ് ഇപ്പം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു അറിവായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ വാട്ടിയ ഇലയിൽ കിടത്തി കരപ്പന് ചികിത്സിച്ചിരുന്ന ആ ഒരു കാലഘട്ടം. അതെ. അങ്ങത് പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് എനിക്കത് മനസ്സിലാവുന്നത് ഇന്നിപ്പോൾ ഉള്ളൊരു ആൾക്കാർക്ക് അത് മനസ്സിലാവുമെന്നുള്ള അറിയില്ല. ഈ വിദ്യാഭ്യാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് ഗുരുകുല വിദ്യാഭ്യാസ രീതിയിലാണോ പ്രാക്ടിക്കലായിട്ടാണോ എങ്ങനെയാണ് വേണ്ടത്? എന്നുവെച്ചാൽ നാട്ടുവൈദ്യന്മാരുടെ പ്രസക്തി, നിളാ നദീതീരത്തെ നാട്ടുവൈദ്യന്മാരുടെ പ്രസക്തി, അതാണ് ഞാൻ ചോദിച്ചത്. ഗുരുകുല വിദ്യാഭ്യാസ രീതിയുടെ അംശങ്ങൾ, അതായത് ഇപ്പം നമ്മൾ പഴയ പോലെ തന്നെ ഒരു ഗുരുവിൻ്റെ പഴയ മട്ടിലൊരു ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പശ്ചാത്തലം അതൊന്നും ഇന്ന് പ്രാക്ടിക്കലാവുമെന്ന് അറിയില്ല. പക്ഷേ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടിട്ട് വേണമായിരുന്നു നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതി. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ പ്രശ്നം അത് ഒട്ടും ഈ ചൈൽഡ് ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ്. അതായത് കുട്ടികൾ ഒരു റോ മെറ്റീരിയലാണ് പലപ്പോഴും. സ്ഥാപനത്തിലെ മറ്റുള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾ വിജയകരമായി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള പലപ്പോഴും റോ മെറ്റീരിയൽ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ ചുരുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ സങ്കല്പം ഞാൻ പറയട്ടെ, ഒരു LP തലത്തിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ക്ലാസ് മുറിയിൽ ഇരുത്താനേ പറ്റില്ല. അങ്ങനെ ഇരിക്കേണ്ട ആ ഒരു മാനസിക നിലയല്ല അവരുടെ. ഇത്തരം ചിന്ത എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ. പിന്നെ ആ ചിന്ത ശരിയാണെന്ന് ഇവാൻ ഇല്ലിച്ചിനെ പോലുള്ളവരെ വായിച്ചപ്പോൾ, ഡീ സ്കൂളിംഗ് സൊസൈറ്റി വായിച്ചപ്പോൾ, അല്ലെങ്കിൽ പൗലോ ഫ്രയറെ വായിച്ചപ്പോൾ, അതുപോലെയുള്ള വിദ്യാഭ്യാസ ടാഗോറിനെ വായിച്ചപ്പോൾ എൻ്റെ ചിന്ത ശരിയായിരുന്നു, എൻ്റെ കുഞ്ഞു മനസ്സിൽ അന്ന് തോന്നിയത് ശരിയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഇന്നും നമുക്കത് പൊളിച്ചെഴുതാൻ പറ്റിയിട്ടില്ല. എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? ഈ കെട്ടിടത്തിൻ്റെ പെയിന്റ് മാറ്റിയാലോ റൂഫ് ഓട് മാറ്റിയിട്ട് കോൺക്രീറ്റ് കെട്ടിടം പണിഞ്ഞാലോ അതിനെ സ്മാർട്ട് എന്ന് വിളിക്കുന്നത് എന്താ അർത്ഥമുള്ളത്? അല്ലെങ്കിൽ യന്ത്രവൽകൃതമായാൽ ബേസിക്കലി യന്ത്രവൽകൃതമാവേണ്ടതല്ല മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ വിദ്യാഭ്യാസം യന്ത്രവൽകൃതമാവേണ്ടതല്ല. യന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാച്ചുറലായിട്ടുള്ള പ്രകൃതിപരമായ ചേതനകളെ തിളക്കാൻ യന്ത്രം ഉപകരിക്കുന്നിടത്തോളം അതിന് ശരി വിദ്യാഭ്യാസത്തിൽ. കത്തി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് പറയുന്നത് കത്തി ഉപയോഗിക്കാൻ അതന്നെ, അത്രേ ഉള്ളൂ. അതൊക്കെ വളരെ സിമ്പിളാണ്. ആയുധം നിരുപദ്രവകരാണ്. നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, മാങ്ങപ്പുള്ളി തിന്നാൻ, മറ്റവനെ കുത്താനും ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. നിളാ നദീ തീരത്ത് ഇതേപോലുള്ള വൈദിക പഠന കേന്ദ്രങ്ങൾ കുറെ ഉണ്ടായിരുന്നു. അതെ. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണ്? നല്ല രീതിയിൽ നടക്കുന്ന ഒരു വൈദിക പഠന കേന്ദ്രവും ഇപ്പൊ ഭാരതപ്പുഴ തീരത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുനാവായയിലുണ്ടായിരുന്നു. അടുത്ത കാലം വരെ അവിടെ ഇപ്പോഴും അവിടെ ഈ വർഷത്തിലൊരിക്കലും അവിടെ എന്തോ നടക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ അക്കിത്തൊക്കെ പറയണ പോലെ ആ വേദത്തിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് കാലോചിതമായിട്ട് അതിൻ്റെ അർത്ഥം കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, വേദവിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. മഹാനായ അക്കിത്തം, MT, ഭരതൻ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ സംഗമ ഭൂമിയായിരുന്നു. അതെ അതെ അതെ, നിളാതടം. ഇവരൊക്കെ വളർത്തിയെടുത്തതിൻ്റെ ഈ ഒരു ഗ്രാമീണ പശ്ചാത്തലം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. അതെ അതെ. പക്ഷേ ഇനിയുള്ള തലമുറയ്ക്ക് അത്തരം ഒരു സാഹചര്യം എങ്ങനെ ഒരുക്കി നൽകാം നിളാതീരത്ത്? അത്തരം നനവുകൾ, അത്തരം അനുഭൂതികൾ, അത്തരം സൗന്ദര്യ ദർശനങ്ങൾ ജീവിതത്തിൽ ഇനി സാധ്യമല്ലാത്ത വിധത്തിലേക്ക് ഭൂമി മാറിക്കഴിഞ്ഞു. ഭൂമിയെ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ കുമാരനാശാന്റെ പൂക്കാലം നമ്മൾ വായിക്കുകയാണെങ്കിൽ, പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞ്, അത് അനുഭവിച്ചൊരു നാട്ടിലെ ഒരു കവിക്ക് അത് എഴുതാൻ പറ്റും. ആ പുഷ്പ വസന്തത്തിന്റെ ഒരു ഭാഷാമാറ്റമാണ്, മൊഴിമാറ്റമാണ് ശരിക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇന്ന് എവിടെ നമുക്ക് അങ്ങനെ അതുപോലെ തന്നെ എടശ്ശേരിയൊക്കെ പറഞ്ഞിട്ടില്ലേ, എടശ്ശേരിയൊക്കെ തൻ്റെ കുറ്റിപ്പുറം പാലത്തിൽ അത് പരിസ്ഥിതിയുടെ ഒരു വിശ്വദർശനാണ്. പാലം വലിയ സാങ്കേതിക വിജയമായിട്ട് ആഘോഷിക്കുമ്പോഴാണ് എടശ്ശേരി പാലത്തിന്റെ മുകളിൽ കയറി നിന്ന് പുഴയിലേക്ക് നോക്കി അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാം ഒരഴുക്കുചാലായി എന്ന് പാടിയത്. അതിപ്പോൾ സത്യമായിട്ട് മാറി.
അപ്പോൾ പി ഭാസ്കരന്റെ പാട്ട് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ONV കുറുപ്പിന്റെ ഒരു കവിത വായിക്കുകയാണെങ്കിൽ, നമ്മൾ അതിന്റെ ഭാഷ ഈ പ്രകൃതിയുടെ ഭാഷയാണ്. ആ ഭാഷയുടെ സൗന്ദര്യമാണ് നമ്മൾ ആ പാട്ടിലൂടെ നമ്മൾ വീണ്ടും മറഞ്ഞുപോയ ഒരു കാഴ്ചയുടെ സൗന്ദര്യത്തിലേക്ക് പോവാറുണ്ട് നമ്മൾ. പക്ഷെ പുതിയ തലമുറയ്ക്ക് അതൊന്നും അറിയില്ല. അവർ ഈ പി ഭാസ്കരന്റെ പാട്ട് കേട്ടാൽ എങ്ങനെയാണ് അവർക്ക് അത് ആ സൗന്ദര്യ ദർശനം ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. കാരണം അവർ അങ്ങനെ പ്രകൃതി കണ്ടിട്ടില്ല. അവിടെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അതെ. അപ്പൊ ഇവിടെയുള്ള കുറച്ച് പേരാണ് ഭാരതപ്പുഴയുടെ സംരക്ഷണമായിട്ടുള്ള കുറെ പദ്ധതികൾ ഭരണതലത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അങ്ങ് മുമ്പ് പറഞ്ഞു. അങ്ങതിന്റെ അതെ സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ തന്നെയല്ലേ അതിലുള്ളത് പൂർണ്ണമായിട്ടും അംഗങ്ങളായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് അനുഭവമാണ് ഗുരു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ചോദിച്ചത്. അതെ. നിള നദിയെ അല്ലെ ഭാരതപ്പുഴയെ അടുത്തറിഞ്ഞ ആൾക്കാരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. നമ്മളെ കേരളത്തിന്റെ പശ്ചാത്തലം വെച്ചിട്ട് അവർക്ക് ഭാരതപ്പുഴ അവരെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇതിനെ അറിയുന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അവരുടെ സമീപനം എന്തായിരുന്നു? ഭാരതപ്പുഴ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഏറ്റവും ആദരവോടുകൂടി കാണുന്നത് ഇന്ത്യനൂർ ഗോപി മാഷയാണ്. അടക്കാപ്പത്തൂർ ഇന്ത്യനൂർ ഗോപി മാഷ. അദ്ദേഹം ആയിരുന്നു ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ ദീർഘകാല സെക്രട്ടറി. ചില എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു കോർഡിനേഷനിലാണ് നടന്നിരുന്നത്. പുഴയെ തൻ്റെ സിരകളിൽ ഒഴുക്കി കൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ് ഗോപി മാഷ്. ഗോപി മാഷ് ഒരുപാട് പ്രയത്നിച്ചു ഭാരതപ്പുഴയുടെ നാശത്തെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, പരിഹാരങ്ങൾ കണ്ടെത്താനൊക്കെ ആയിട്ട് അദ്ദേഹം ആവുന്നതും പരിശ്രമിച്ചു. വളരെ കഷ്ടപ്പെട്ട് ഭാരതപ്പുഴ തടത്തിലെ ഒരു 1.5 ഡസനോളം MLA-മാരെയും ആ പ്രദേശത്തുള്ള MP-മാരെയും അടക്കമുള്ള ജനപ്രതിനിധികളെ ഒരുമിച്ച് വിളിച്ചുകൂട്ടി പട്ടാമ്പിയിലും ഒറ്റപ്പാലത്തൊക്കെ ഒന്നിലധികം തവണ അദ്ദേഹം യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് എന്താണ് ഭാരതപ്പുഴയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഈ നദിയുടെ നാശത്തെ തടുക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ തനിക്ക് മാത്രമുള്ളൊരു വ്യക്തതയോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ മുഴുവനും തലയാട്ടി സമ്മതിച്ചു അവിടെ പങ്കെടുത്ത എല്ലാ MP-മാരും എല്ലാ MLA-മാരും. ഒന്നും സംഭവിച്ചില്ല. നിയമസഭയിൽ ഒരു ശബ്ദം പോലും ആ വിഷയത്തെക്കുറിച്ച് ഉയർത്താൻ അവർ തയ്യാറായിട്ടില്ല ഇതുവരെ. അതിൽ ഇടവും വലവുള്ള എല്ലാവരും ഉണ്ട്, ഞാൻ അതിൽ രാഷ്ട്രീയം പറയല്ല. അപ്പോൾ ഇതാണ് അവരുടെ പരിഗണന വിഷയം വേറെയാണ്. വികസനം എന്ന് പറഞ്ഞാൽ അതിൽ പുഴ ഒരു അജണ്ടയായിട്ട് വരുന്നില്ല. പുഴയിലെ വെള്ളം അജണ്ടയാണ്, പുഴയിലെ മണൽ അജണ്ടയാണ്, പുഴയിലെ മത്സ്യം ഉണ്ടെങ്കിൽ അതും അജണ്ടയാണ്. പക്ഷെ പുഴ അജണ്ടയല്ല. ചുരുക്കി പറഞ്ഞാൽ നദി എന്ന് പറയുന്നത് ഇപ്പം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം സംരക്ഷിക്കേണ്ട ഒരു ഘടകമായിട്ട് വന്നിരിക്കുകയാണ്. അത് കുറച്ച് സന്യാസിമാർക്ക് വേണ്ടിയിട്ട്, കുറച്ച് പരിസ്ഥിതി പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ ഒരു പക്ഷെ ഇതിൽ എങ്ങനെ മാറ്റം വരുത്താൻ ഭരണതലത്തിൽ പദ്ധതികളൊന്നും ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് ഭരണതലത്തിലേ ശരിക്കും ഉണ്ടാക്കാൻ പറ്റൂ. ആ ഭരണതലം, ഈ ഭരണം നമ്മുടെ നടപ്പാക്കണമെങ്കിൽ ഇവർ തീരുമാനിക്കണം. അതായത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിച്ചാൽ, ഭരണകൂടം തീരുമാനിച്ചാൽ പലതും നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഒരു തരി മണൽ പോലും കട്ടുവാരി പോവാതിരിക്കാൻ ഇവിടുത്തെ സംഘടനകൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ഭാരതപ്പുഴ ഒരുക്കൂട്ടിയ മണൽത്തിട്ടാണ് വെറും 25-30 കൊല്ലം കൊണ്ട് കോരി വാരിപ്പോയത്. ആ വാരിപ്പോയതിന്റെ പിന്നില് വലിയ കച്ചവടാർത്ഥികളുണ്ട്. സകല നിയമങ്ങളും കാറ്റിൽ പറത്തപ്പെട്ടു. 2002 മണൽ വാരൽ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ട് പുഴയിൽ മണലെടുപ്പ് കണ്ടാൽ നമ്മൾ ചിരിക്കും. ഒരു നിയമവും നടപ്പിലായിട്ടില്ല. അപ്പോ ഭരണകൂട നൈതികത ഇല്ലാതെ, രാഷ്ട്രീയ നൈതികത ഇല്ലാതെ, അവർ ഈ ഉത്തരവാദിത്വം ഉൾക്കൊള്ളാൻ തയ്യാറില്ലാതെ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പ്രതീക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ നാലാം തൂണായ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇതിനുള്ള സമീപനം? എനിക്ക് വലിയ തമാശ തോന്നാറുണ്ട്. ഈ ഭാരതപ്പുഴയിലെ മണലെടുപ്പ് അതിരൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുഴയിലെ മണൽ മുഴുവനും കോരി തീർക്കപ്പെട്ട് ചളി അടിയുമ്പോൾ അവിടെ പുല്ല് വളരാൻ തുടങ്ങിയിരുന്നു. ചെറിയ ചെറിയ ഒറ്റപ്പെട്ട പുൽക്കാടുകൾ വളരുന്നത് നോക്കി നിന്നൊരു വ്യക്തിയാണ് ഞാൻ.
ഇപ്പൊ പൊന്തക്കാടുകളാണ് പുഴയിൽ മുഴുവനും പാഴ്ചെടികളും മരങ്ങളും ഒക്കെ വളർന്ന് പുഴ ഏതോ പാഴ്നിലം ഒരു മരുഭൂമി പോലെയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലത്തും പത്രങ്ങൾ എഴുതുന്ന വാർത്ത വലിയ തമാശയായിരുന്നു. നീള മണൽക്കാടായി എന്നാണ്. ഇപ്പൊ അടുത്ത കാലത്താണ് അവർ എഴുത്ത് നിർത്തിയത്. ഈ മണലെടുപ്പ് രൂക്ഷമായിട്ട് പുഴയുടെ ഓജസ്സും തേജസ്സും അതിന്റെ ജലാകിരണ ശേഷിയും ഒക്കെ നഷ്ടപ്പെട്ട് സർവാംഗം കൊത്തിമുറിക്കപ്പെട്ട നിലയിൽ ഒരു പുഴ മാറുമ്പോഴും അതിന്റെ അപകടം എഴുതേണ്ട പത്രങ്ങൾ പലപ്പോഴും എഴുതിയിരുന്നത് പുഴ മണൽക്കാടായി എന്നാണ്. ഇത്രയേ ഉള്ളൂ ജേർണലിസത്തിന്റെ കനം. പക്ഷെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വാർത്താ ചാനലുകളുള്ളത്. അതെ, ഇവരൊന്നും ഇത് കാണുന്നില്ല. ഇവരെ ശ്രദ്ധയിലേക്ക് അത് പെടുത്താൻ നമ്മൾ ഇതൊക്കെ അരികുവൽക്കരിക്കപ്പെട്ട ചില മനുഷ്യരുടെ ഉത്കണ്ഠകളായി ചുരുങ്ങാണ് ഇപ്പോൾ. ഇത്തരം പരിസ്ഥിതി നാശം, പ്രകൃതി നാശമൊക്കെ തന്നെ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ചിന്തിക്കുന്ന ചുരുക്കം ആളുകളുടെ ഒരു ഉത്കണ്ഠയായിട്ടും ചുരുങ്ങാണ്. മുഖ്യധാര സമൂഹത്തിന് ഈ ഒരു സാധാരണ മനുഷ്യന് പാൻപരാഗ് എങ്ങനെയാണോ പ്രയോജനപ്പെടുന്നത്, അതേപോലെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ മുഖ്യധാര സമൂഹത്തിന് ചാനലുകളുടെ വാർത്തകൾ പ്രയോജനപ്പെടുന്നത്. അത്രമേൽ അതൊരു ചെറിയ താൽക്കാലിക ലഹരി, ഒരു കിറുങ്ങൽ, അതിന് പറ്റുന്ന വിഷയങ്ങൾ ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതിലപ്പുറത്തുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഏത് മുഖ്യധാര ചാനലിലാണ് വാർത്തകൾ കൊണ്ടുവരുന്നത്? അങ്ങനെ കൊണ്ടുവരുന്നില്ല. കാരണം അതിന് ശ്രോതാക്കളില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ആളുകളൊക്കെ ഇങ്ങനെ ഏതൊക്കെയോ തരം ഉന്മാദങ്ങളിൽ, ലഹരികളിൽ, അതൊക്കെ ഉന്മാദവും ലഹരിയും പിടിപ്പിക്കുന്ന തരം വാർത്തകളിൽ, ഗോസിപ്പുകളിൽ മത്സരിച്ച് മുഴുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ചാനലുകളൊക്കെ തന്നെ. പിന്നെ അവര് പരിസ്ഥിതി പ്രശ്നമൊക്കെ ഏറ്റെടുക്കുന്നൊക്കെ കരുതുന്നത് വിഡ്ഢിതരാണ്. മാത്രമല്ല, പരിസ്ഥിതി ധ്വംസനം ഉണ്ടാക്കുന്ന വലിയ കോർപ്പറേറ്റുകളുടെ താല്പര്യവും ഈ ചാനലുകളുടെ താല്പര്യവും അനുഗുണമായി പോകുന്നത് പരസ്പര പൂരകങ്ങളാണ്. പരസ്യം കിട്ടാതെ ഏത് ചാനലിലും നിൽക്കാൻ പറ്റും? നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ടോ? അതിനെതിരെ എങ്ങനെ പറയാൻ പറ്റും? ഇവർക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇനി വീണ്ടും ഈ നിളയുടെ ചരിത്രം എങ്ങനെ പാടി നടക്കാം. കുറച്ചു കാലം കൂടി കഴിയും. അതെ 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 പക്ഷെ അതിലൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങേപ്പോലുള്ളവരുടെ ഇടപെടലുകളിലൂടെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ജീവിതത്തിനൊരു താളവട്ടം ഉണ്ട് എന്നുള്ളതാണ്. എത്രമേൽ നമ്മൾ യാന്ത്രികമായാലും നാഗരികനായാലും ജീവിതത്തിന് ആ താളവട്ടം കൂടിയേ തീരൂ. ഇപ്പൊ നമ്മുടെ ഒരു പാട്ടാണെങ്കിൽ പല്ലവിയിൽ തുടങ്ങി അനുപല്ലവി ചരണത്തിലൂടെ നമ്മൾ പല്ലവിയിലേക്ക് വരും. അതേമാതിരി ഒരു വട്ടത്തിലുള്ള ഒരു കളി, ഒരു വട്ടക്കളി അല്ലെങ്കിൽ ഒരു നൃത്തം, എല്ലാത്തിനും ഒരു താളവട്ടമുണ്ട്. ജീവിതത്തിനും ആ താളവട്ടമുണ്ട്. നമ്മുടെ പ്രകൃതിയിലെല്ലാം, പ്രപഞ്ചത്തിലെല്ലാം വട്ടത്തിലാണ് കറങ്ങുന്നത്. നേരെ ഓടണം, ഒന്നും ഓടണില്ല. അപ്പൊ മനുഷ്യന്റെ ജീവിതവും സാംസ്കാരികമായ അത്തരം ഒരു താളവട്ടത്തിൽ പ്രകൃതിയോടും ഋതുക്കളോടും കാലാവസ്ഥയോടും ഒക്കെ ഇണങ്ങി സംഭവിക്കേണ്ട ഒന്നാണ്. ഒരേ ശ്രുതിയിൽ സംഭവിക്കേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ശ്രുതി നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ അതൃപ്തി, അന്തർസംഘർഷങ്ങളും വളരും. ഈ അതൃപ്തി ആണ് ശരിക്കും പറഞ്ഞ പ്രകൃതി ചൂഷണത്തിന്റെ പിന്നിലുള്ളത്. ആർത്തിയാണ്, അതൃപ്തിയാണ്. ഈ ആദിവാസികൾക്കുള്ള ഒരു പ്രത്യേകത, അവര് അത്ര അതൃപ്തി ഇല്ലാത്തവരാണെന്നുള്ളതാണ്. അവരുള്ളത് കൊണ്ട്, ഒഴുകുന്ന വെള്ളം കൊണ്ട്, ഓല കൊണ്ട്, അവിടുത്തെ കാട്ടുഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുന്ന മനുഷ്യരായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇന്നത്തെ ആദിവാസി ചൂഷണം ചെയ്യപ്പെട്ട അവസ്ഥയിലുള്ളതല്ല ഞാൻ പറയണത്. പഴയ കാലത്ത് ആ ഒരു ഗോത്ര മനസ്ഥിതി, എത്ര നമ്മൾ സാങ്കേതികമായി പുരോഗമിച്ചാലും പ്രകൃതിയോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ഗോത്ര മനസ്ഥിതി തന്നെയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് പഠിക്കേണ്ടെന്നോ കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടെന്നോ യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടെന്നോ അല്ല. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ജൈവ ബന്ധത്തെ സൂക്ഷിക്കാൻ, എല്ലാത്തിൻ്റെയും ഉള്ളിൽ അതിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് നമ്മുടെ ബോധത്തിൽ ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ശ്രുതിലയ ബന്ധം സൂക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ജീവിതം ശൂന്യമായി തീരും. അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, 4000 കൊല്ലത്തെ ചരിത്രം. പിന്നെ ആദിമ ശിലായുഗ കാലത്താണ് അത്ര ഭാരതപ്പുഴയുടെ തടത്തിൽ ആദ്യമായിട്ട് മനുഷ്യവാസം തുടങ്ങിയത്. നമ്മുടെ നടുവട്ടത്തെ ഭ്രാന്തൻ പാറയും അതേപോലെ തന്നെ പട്ടാമ്പി കൈത്തളി ക്ഷേത്രവും ഈ കുട്ടനാട് പാതയിലുള്ള കട്ടിൽമാടം, ഇതൊക്കെ തന്നെ ആ ശിലായുഗ കാലത്തെ നിർമ്മിതികളാണെന്ന് പറയുന്നു. അപ്പൊ അന്നും ഇവിടെ ഈ നദീതീരത്ത് എത്തിയ നമ്മുടെ ആദി പൂർവികര് അവരുടെ അലച്ചിലൊക്കെ നിർത്തി ഇവിടെ സ്ഥിരമായി ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ഭൂമിയാണെന്നും ആ മണ്ണിൽ വിത്തിട്ടാൽ വിളയുമെന്നും തിരിച്ചറിഞ്ഞ് ഈ മണ്ണ് കുഴച്ച് അവർ ഒരു കുഞ്ഞ് വീട് പണിഞ്ഞ് അതേ മണ്ണിൽ തന്നെ ഉഴുത് വിതച്ച് വിളയിച്ച് അവർ അന്നം കണ്ടെത്തി അതേ മണ്ണ് തന്നെ മെനഞ്ഞ് പാത്രം ഉണ്ടാക്കി
അവർ ജീവിതം കണ്ടെത്തി. അതേ മണ്ണ് കൊണ്ട് തന്നെ കുടം മെനഞ്ഞ് ഒരു വാറിട്ട് കൊട്ടിയപ്പോൾ അതിന് സംഗീതം വന്നു. പുള്ളോക്കുടമൊക്കെ മണ്ണിൻ്റെ കുടമാണ്. അപ്പോൾ ഇങ്ങനെ അനുഭൂതി മുതൽക്ക് അന്നം മുതൽക്ക് അനുഭൂതി വരെയുള്ള മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ വ്യാപ്തിയിലും എങ്ങനെ പ്രകൃതി, എങ്ങനെ നദി വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഈ ഒരു ചരിത്രബോധത്തെ ആ വിധത്തിൽ വൈകാരികമായി അനുഭൂതിയോടുകൂടി നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസം നമുക്ക് ഇല്ല. അതാണ് മൗലികമായിട്ടുള്ള ഒരു പ്രശ്നം. ഇപ്പം അങ്ങ് പറഞ്ഞതന്നെ പ്രധാനമായി നമ്മൾ ജീവിതവുമായിട്ട് എല്ലാ അർത്ഥത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ജലം എന്നുള്ളതും. അതെ, അതിലുപരിയായിട്ട് ഇത് എങ്ങനെ സംരക്ഷിച്ച് നിർത്തണം എന്നുള്ള ഒരു സന്ദേശം നൽകുകയാവണം അടുത്ത കാലഘട്ടത്തിലേക്ക് അനിവാര്യമായിട്ടുള്ളതെന്നാണ്. അതെ, നമുക്ക് അതിജീവിക്കണമെങ്കിൽ, കേരളം അതിജീവിക്കണമെങ്കിൽ, കേരളത്തിൽ മനുഷ്യന് തുടർന്നും ജീവിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വിവേകവും ബോധവുമുള്ള മനുഷ്യരായിട്ട് മാറണം. ഇല്ലെങ്കിൽ ഇത് അധികം പോവില്ല. എല്ലാ ആദിമ സംസ്കാരങ്ങളും നദീതട സംസ്കാരങ്ങളാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത്തരം മഹാനദീതട സംസ്കാരങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് നീളാതടം. ഒരു നദി എന്ന് പോലും സാങ്കേതിക അർത്ഥത്തിൽ വിളിക്കാൻ പറ്റാത്ത റിവൂലറ്റാണ് ഭാരതപ്പുഴ. പക്ഷേ ഭാരതപ്പുഴയുടെ കരയിലുള്ള സംസ്കാരത്തിന് വിശ്വമഹിമയുണ്ട്. അതിൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാവുന്നത് പന്തിരുകുല കഥ പോലെ ഒരു കഥ. പന്തിരുകുലത്തെ പെറ്റത് ഭാരതപ്പുഴയാണ്. കാരണം ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരുടെ സാഹോദര്യത്തെ ഇത്ര അത്ഭുതകരമായ ഒരു കഥയിലൂടെ ഒരു സമൂഹത്തെ പഠിപ്പിച്ച മറ്റൊരു നദി ലോകത്ത് ഉണ്ടാവില്ല. ഇതുപോലെയുള്ള അനന്യമായ മഹിമകൾ നീളാതടത്തിന് സ്വന്തമായിട്ടുണ്ട്, ഭാരതപ്പുഴയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് തിരുനാവായ നടന്ന മാഘമകത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത്, നദി നമുക്ക് ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമായിരുന്നു. ഉത്സവം നടത്താനും കൃഷി നടത്താനും വ്യവസായം നടത്താനും പലതരം തൊഴിലുകൾക്കും ഒക്കെ തന്നെ നദി ഒരു പശ്ചാത്തലമായിരുന്നു. ആ നദിയെ, അതിലെ ജലത്തെ ആളുകൾ ഒന്നിച്ചു വന്ന് അതിനെ വന്ദിക്കുന്ന, അതിന് ആരതി ഒഴിയുന്ന ഒരു മഹനീയമായ ചടങ്ങായിട്ടാണ് ഞാൻ മാഘമകത്തെ നോക്കിക്കാണുന്നത്. ആളുകളിൽ പുതിയൊരു അവബോധം, ആ നദി ഇപ്പോൾ സന്ധ്യാനേരത്ത് പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നീളാതടത്തിൽ തിരുനാവായ നദീതടത്തിൽ നദിക്ക് ആരതി ഒഴിഞ്ഞ് കൈകൂപ്പി അതിനെ പ്രാർത്ഥിക്കുമ്പോൾ നദി അവിടെ ഒരു മഹാമാതൃകമായിട്ട് പൂജിക്കപ്പെടുന്നുണ്ട്. ഇതൊരു ഒരു പുതിയ അവബോധത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയേക്കാം എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതെന്താ വെച്ചാൽ നമ്മളൊക്കെ നിരന്തരം നേരിടുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. കാളവണ്ടി യുഗത്തിലേക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ ആധുനിക യന്ത്രങ്ങളും വാഹനങ്ങളും ഒക്കെ തന്നെ? സത്യമാണ്. വളരെ മൗലികമായൊരു ചോദ്യം തന്നെയാണത്. 4 നൂറ്റാണ്ട് മുമ്പ് ഞങ്ങളൊരു പഠനയാത്ര നടത്തി. മണ്ണാർക്കാട് ബഷീർ മാഷൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ജൈവ കർഷക പ്രകൃതിയുടെയൊക്കെ പ്രധാന പ്രവർത്തകനായിരുന്ന ബഷീർ മാഷിന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു 1-1.5 ഡസൻ ആളുകൾ 20 ദിവസം നീണ്ട ഒരു യാത്ര നടത്തി. കാർഷിക ഗ്രാമങ്ങളിലൂടെ ജൈവ കൃഷിക്കാരെ നേരിട്ട് കണ്ട് അവരുടെ കൃഷിയിടങ്ങളൊക്കെ കണ്ട് ഉള്ളൊരു യാത്ര മനോഹരമായിരുന്നു. ആ യാത്രയിൽ ഞങ്ങൾ മഹാരാഷ്ട്രയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ബോംബെയിൽ അന്ന് താമസിച്ചിരുന്ന വിനിൻ പെരേരയെ കണ്ടു. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി ആയിരുന്നു വിനിൻ പെരേര. അത്രമേൽ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതർ ഇന്ത്യയൊക്കെ ജെറമി സീബ്രൂക്കിൻ്റെ ഒക്കെ ഒപ്പം അദ്ദേഹം രചിച്ച പുസ്തകമാണ് അതർ ഇന്ത്യയൊക്കെ. ഗംഭീര പുസ്തകമാണ്. അങ്ങനെ കുറേയേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി മോഹിച്ച് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. വീട് തന്നെ ഒരു പബ്ലിഷിംഗ് ഹൗസാണ്, ഒരു ഫുൾ ഫ്ലഡ്ജ് ഒരു പബ്ലിഷിംഗ് ഹൗസാണ് വീട്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വിനിൻ പെരേര വന്നത്. അദ്ദേഹം വരുന്നത് ഇടവും വലവും ഓരോരുത്തരുടെ തോളിൽ തൂങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ വിനിൻ പെരേരയ്ക്ക് സത്യത്തിൽ നമ്മുടെ സന്ദർശനം അദ്ദേഹത്തിൻ്റെ ഈ വിവശമായ അവസ്ഥയിൽ ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നാണ് മനസ്സിലായത്. അദ്ദേഹം ഒരൊറ്റ ചോദ്യമാണ് ബഷീർ മാഷോട് ചോദിച്ചത്. ഐ ഹാവ് ഓൺലി 1 ക്വസ്റ്റ്യൻ ടു ആസ്ക് യു. ആർ യു ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ഷിപ്പ്? വളരെ ഫണ്ടമെന്റലായ ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ കപ്പലിലാണോ പുറത്താണോ? കപ്പലിനകത്ത് നിന്ന് വെള്ളം കൂട്ടിയിട്ട് കാര്യമില്ല, കപ്പൽ അതിൻ്റെ വഴിക്ക് പോകും നമ്മളെ കൊണ്ട്. അതിന് പുറത്ത് നിൽക്കാൻ എളുപ്പമാണോ?
ഈ ചോദ്യത്തിന് എന്നോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ കപ്പലിന്റെ ഉള്ളിലാ പുറത്താന്ന് ചോദിച്ചാൽ പുറത്താന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല. പുറത്തല്ല, കപ്പലിന്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ ഓടുന്ന ഒരു ബസ്സിൽ ലക്ക് കെട്ടിട്ട് ഒരു ഡ്രൈവർ ഒരു ബസ് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിന്റെ സീറ്റിൽ ഒരാൾ ഒരു യാത്രക്കാരനായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രതികരിച്ചില്ലെങ്കിലോ? ഈ ബസ്സിന് ഇത്തിരി വേഗത കുറയ്ക്ക്, അല്പം കൂടി ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യുക എന്ന് ഡ്രൈവറോട് പറയാനുള്ള ഉത്തരവാദിത്വം പ്രാണഭയം കൊണ്ടിരിക്കുന്നു ഉണ്ടാവണം. ആ പ്രാണഭയം പരിസ്ഥിതിയുടെ കാര്യത്തിലും ആളുകൾക്ക് ഉണ്ടാവണം. അതല്ലെങ്കിൽ ഭാവി വളരെ നിരാശാജനകമാണ്. ഈ മുന്നറിയിപ്പാണല്ലോ പ്രകൃതി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതെ, എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എത്രമേൽ അരക്ഷിതാണെന്നും എത്രമേൽ നിസ്സഹായാണെന്നും തെളിയിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ 18 19 പ്രളയം തന്നെ ഒരു ഉദാഹരണം. വൈകുന്നേരം ആയപ്പോഴേക്കും മെഴുകുതിരിയും തീപ്പെട്ടിയും വരെ അങ്ങാടിയിൽ തീർന്നു. 3 ദിവസം മഴ തുടർച്ചയായിട്ട് പെയ്തപ്പോൾ ഭാരതപ്പുഴ നിറഞ്ഞ് റെയിലിന്റെ മുകളിലേക്കൊക്കെ വെള്ളം വന്നപ്പോൾ ഈ പ്രദേശത്തിന്റെ ഈ പരുതൂരിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ മുഴുവൻ വീടുകളിൽ വെള്ളം കയറി. പിന്നെ മെഴുകുതിരി തീപ്പെട്ടിയാണ് പിന്നെ ആശ്രയം. അതുപോലും അങ്ങാടിയിൽ കിട്ടാത്തൊരവസ്ഥ വന്നു. എല്ലാ യന്ത്രങ്ങളും നിശ്ചലം, നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും നിശ്ചലം. വെറും 3 ദിവസത്തെ മഴ. അപ്പോൾ പാഠങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, നമ്മൾ പഠിക്കണേ ഇല്ല. ഇതിൽ നല്ല ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കാം. അതെ 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 അതെ, മാറുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ പുതിയ കുട്ടികളിലെ മാറ്റമാണ്. അതെ അതെ, സ്വച്ഛമായ ഒരു പ്രവാഹം നമ്മളെ ആനന്ദിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഏറുമാടത്തിലെ ഒരു രാത്രി നമ്മളെ ആനന്ദിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരു വിരിഞ്ഞ പൂവിന്റെ കാഴ്ച നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരു മഴത്തുള്ളി നമ്മളെ ആഹ്ലാദിപ്പിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന് ജൈവികതയിലേക്ക് പിന്മടങ്ങാതെ നിവൃത്തിയില്ല. എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് നന്ദി.